ഹലോ ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ ഇന്ന് ആക്കാൻ പോകുന്നത് ചോക്ലേറ്റ് കേക്കാണ്. അതിന് വേണ്ട ചേരുവകൾ നോക്കാം. ഇവിടെ മൈദ ഞാൻ 1.25 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തരിതരിയായി പൊടിച്ച് പഞ്ചസാര 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ചോക്കോ പൗഡർ എടുത്തിട്ടുണ്ട് 1/4 കപ്പ്. പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട്. അതേപോലെ വെറ്റ് ഇൻഗ്രീഡിയൻസിൽ എടുത്തിരിക്കുന്നതാണ് 2 മുട്ട, അതുപോലെ നല്ല മോര്, കട്ടിയുള്ള മോര്, തിളച്ച വെള്ളം, അതുപോലെ 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ. ഇവിടെ ഞാൻ വേറെ എടുത്തിരിക്കുന്നത് ഡയറി മിൽക്കും മിൽക്കി ബാറും അതുപോലെ ഫ്രഷ് ക്രീമുമാണ്. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഒരു ബൗളിലേക്ക് നമുക്ക് ഈ 1.25 കപ്പ് മൈദ ആഡ് ചെയ്യുക. അതേപോലെ 2 കപ്പ് ഷുഗർ, തരിതരിയായി പൊടിച്ച ഷുഗർ ആഡ് ചെയ്യുക. അതിലേക്ക് കൊക്കോ പൗഡർ 1/4 കപ്പ് ആഡ് ചെയ്തു. അതേപോലെ 2 സ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തു. അതേപോലെ 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തു. ഓക്കെ, അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, സംശയമുണ്ട്. അത് കഴിഞ്ഞ് ഇതുപോലെ നമ്മൾ എഗ് ബീറ്റർ പോലത്തെ സാധനമില്ലേ, ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി നിങ്ങൾക്കൊന്ന് അരിച്ചെടുത്താലും മതി. ഒരു അരിപ്പയിലെ കൂടി അരിച്ചെടുത്താൽ ഈവണായിട്ട് മിക്സായി കിട്ടും. ഇതിങ്ങനെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതായിട്ട് മിക്സായി കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിലേക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇടണം. അതിലേക്ക് 2 മുട്ട ആദ്യം നമ്മൾ ആഡ് ചെയ്യുക. മുട്ട ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റായ ഓയിൽ ആഡ് ചെയ്യാം. അതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിലാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. റിഫൈൻഡ് ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ. അതുപോലെ 1 കപ്പ് നല്ല കട്ടിയിലെ മോരാണ്. 1 കപ്പ് നല്ല തിളച്ച വെള്ളമായിരിക്കണം, ചൂടുവെള്ളം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേ സാധനം വെച്ച് നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പം നല്ല കുറച്ച് തിൻ കൺസിസ്റ്റൻസിയിൽ തന്നെ ഉണ്ടാവുക. ഇതുപോലെ ഇരിക്കും. ഓക്കെ, ഒത്തിരി തിക്കൊന്നല്ല. ഒരു സ്പാച്ചുല വെച്ചിട്ട് നമുക്ക് നല്ല നീറ്റായിട്ട് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ബാറ്ററൊക്കെ മിക്സാക്കി എടുക്കാം. പിന്നെ ഞാനൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അതിനെ ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്ത്, ഓയിലോ ബട്ടറോ വെച്ച് ചെയ്യാം. ഒരു പാച്ച്മെൻറ്റ് പേപ്പർ താഴെ വെക്കുന്നുണ്ട്. എൻ്റെ പാത്രം ഇച്ചിരി ചെറുതായതുകൊണ്ട് എനിക്ക് ഫുൾ ബാറ്റർ ഇതിലേക്ക് മാറ്റാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. യൂഷ്വലി ഞാൻ റിങ്ങിലാക്കാറ്. അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ ലാസ്റ്റിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ തട്ടി കൊടുത്താൽ ബബിൾസൊക്കെ പോവും. അപ്പോൾ ഒരു കുക്കറിൽ താഴെ ഞാൻ മണൽ വെച്ചിട്ടുണ്ട്. മണൽ വെച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് നമുക്കിത് കുക്കർ അടിച്ചിട്ട് ഇത് 40 മിനിറ്റ്സ് സിമ്മിൽ കുക്ക് ചെയ്യാം. അപ്പോഴേക്കും ഞാൻ 2 ചോക്ലേറ്റും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഫ്രഷ് ക്രീം എടുത്തിട്ട് ഫുള്ളായിട്ടും എടുക്കണം. ഈ ഫ്രഷ് ക്രീമിനെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കണം. നല്ല തിളച്ച് വരണം. ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, കൈ വിടാണ്ട് ഇളക്കണം. താഴെ ഒന്നും ഒട്ടാൻ പാടില്ല. ഇതിൽ നിന്ന് നമ്മൾ ഒരു പോർഷൻ വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഒഴിക്കും. എന്നിട്ട് നമ്മൾ അതൊന്ന് ഞാൻ ഓവനിൽ വെച്ചിട്ട് ഒന്ന് അത് മെൽറ്റ് ചെയ്തെടുത്തു. ബാക്കിയുള്ള ബ്രൗൺ ചോക്ലേറ്റ്, ഡയറി മിൽക്ക് നമ്മൾ ഈ ബാക്കിയുള്ള ചൂടായ ഫ്രഷ് ക്രീമിലേക്ക് ഇട്ട് വയ്ക്കും. അപ്പോൾ അത് തന്നെ മെൽട്ടായി വരും. അപ്പം നമുക്കത് രണ്ടും ഇതുപോലെ മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് സമയം ഇട്ട് വെച്ചതാണ്. ഇങ്ങനെ മിക്സാക്കാം. കേക്ക് ഗാർണിഷ് ചെയ്യുന്ന വീഡിയോ പാർട്ട് റെക്കോർഡായിട്ടില്ല ഫ്രണ്ട്സ്. അത് കാരണം ഞാൻ മുന്നേ ചെയ്ത ഇതേ കേക്ക് റിംഗ് ഷേപ്പിൽ ഉള്ള ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്